म्यूजिक धमाका। Only on Radio Media Village. സെമി ക്ലാസിക്കൽ ആയിട്ടുള്ള പാട്ടുകൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്, മത്സരങ്ങൾ ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സെമി ക്ലാസിക്കൽ റൗണ്ടിൽ ഇനി പാടാനായിട്ട് എത്തുന്നത് വീണ പ്രവീൺ. സ്വാഗതം ചെയ്യാം വീണ പ്രവീൺ. എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? കഴിഞ്ഞ 2 റൗണ്ടുകൾ കേട്ടിരുന്നോ? പാട്ടുകളൊക്കെ കേട്ടിരുന്നോ? സുഹൃത്തുക്കളൊക്കെ കേട്ടിരുന്നോ? ഓക്കെ, വീട് എവിടെയാണ്? സെമി ക്ലാസിക്കൽ റൗണ്ടാണ്. സെമി ക്ലാസിക്കൽ റൗണ്ടിൽ ഏത് പാട്ടാണ് എടുത്തിരിക്കുന്നത്? സംഗമം എന്ന സിനിമയിലെ റഹ്മാൻ സാറിന്റെ മാർഗഴി തിങ്കളല്ല. ഗ്രേറ്റ്. അപ്പോൾ നമുക്ക് പാട്ട് കേൾക്കാം. പാട്ടിന് വേണ്ടി നമ്മളെല്ലാവരും വെയിറ്റിംഗ് ആണ്. സോ സെമി ക്ലാസിക്കൽ റൗണ്ടിൽ വീണ പ്രവീണാണ്. നമുക്ക് പാട്ട് കേട്ടതിന് ശേഷം തിരികെ എത്താം. മാർഗഴി തിങ്കൾ മതി നിറൈந்த നന്നാലാ നീരാട പോതുവിനോ നേരിഴേ സീമൽകുമായി പാടി സെൽവാ സിറുമീക കൂർവേൻ കൊടുംതൊഴിലൻ നന്ദഗോപൻ കുമരൻ ഏരാന്ത കണ്ണീ യശോദയിലഞ്ചിങ്കം മാർഗഴി തിങ്കളല്ലവാ മതി കൊഞ്ചും നാളല്ലവാ ഇത് കണ്ണൻ വരും പൊഴുതല്ലവാ ഒരു മുറയുനത് തിരുമുഖം പാർത്താൽ വിടை பெறும் உயிரல்லவா.
இது கண்ணன் வரும் பொழுதல்லவா, ஒரு முறை உனது திருமுகம் பார்த்த விடை பெறும் உயிரல்லவா, ஒரு முறை உனது திருமுகம் பார்த்த விடை பெறும் உயிரல்லவா, வெறுவா தலைவா வாழ்வே வெறும் கனவா. சூடித்தந்த சூடல் கொடியே சோகத்தை நிறுத்திவிட, நாளை வரும் மாறியது நம்பிக்கை வளர்த்துவிட, நம்பிக்கை வளர்த்துவிட. நம் காதல் ஜோதி கரையும் ஜோதி கலைமக மகளே வாவா வா, காதல் ஜோதி கலையும் ஜோதி ஆ, ஜோதி எப்படி ஜோதி இருக்கும், ஜோதி எப்படி ஜோதி இருக்கும், வா வா மார்கழி திங்கள் அல்லவா, மதி கொஞ்சம் நாளல்லவா, இது கண்ணன் வரும் பொழுதல்லவா, மதி கொஞ்சம் நாளல்லவா, இது கண்ணன் வரும் பொழுதல்லவா, மார்கழி திங்கள் அல்லவா, மதி கொஞ்சம் நாளல்லவா, இது கண்ணன் வரும் பொழுதல்லவா. സോ ജിജൻ സാറിലേക്ക് സാർ. ഓക്കെ, വീണ, സാർ വീണയ്ക്ക് അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ തോന്നിയോ? ഇല്ല, പാട്ടിൽ അത്ര പ്രശ്നമില്ല. എങ്കിലും കുഴപ്പമില്ല, നല്ലൊരു പാട്ടാണ് സെലക്ട് ചെയ്തത്. എനിക്ക് തോന്നുന്നു വിരുദ്ധം പാടിയപ്പോൾ തന്നെ ഇച്ചിരി അല്ലേ ശ്രുതി പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഇച്ചിരി എനർജി ഇടയ്ക്ക് എവിടെയോ ലോസായി പോകുന്ന പോലെ ഇച്ചിരി ഒരു ബലം അല്ലേ, ഇച്ചിരി ബലം ഉണ്ടായിരുന്നെങ്കിൽ ഇച്ചിരി നല്ലൊരു അറ്റംപ്റ്റാണ് നടത്തിയത്. നന്നായി നേരം വെളിയിൽ നിന്ന് പ്രാക്ടീസ് ചെയ്ത പോലെ സൗണ്ട് അങ്ങോട്ട് വരുന്നില്ല, അത്രയും പെർഫോം ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇങ്ങോട്ട് അതുകൊണ്ട് ഇതിലേക്ക് മാറിയുണ്ടായിരിക്കും. ഓക്കെ, കുഴപ്പമില്ല. ഇനിയിപ്പം നെക്സ്റ്റ് സോങ് ആകുമ്പോഴത്തേന് ഇച്ചിരി ബലമായിക്കോളും, എനർജി ആവും, ഇച്ചിരി എനർജി ആയി കഴിഞ്ഞാൽ ഇച്ചിരി നന്നായിട്ട് പാടാൻ പറ്റും. കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ പാടി കേട്ടോ, നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, ഗുഡ്. പക്ഷെ ഈ ഒരു എനർജിയിൽ ആ ഒരു പാട്ട് പാടി എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരപ്പെട്ടൊരു കാര്യമല്ല. അനിൽ സാറിലേക്ക് പോവാം. സാർ, നല്ലൊരു സെലക്ഷനായിരുന്നു. വീണ പ്രവീണിൻ്റെ പാട്ട് ഞാൻ ഓൾറെഡി കേട്ടിട്ടുള്ളതാണ്. പക്ഷെ ആ ഒരു പെർഫോമൻസ് ഇവിടെ വന്നില്ല, നേരത്തെ കേട്ടിട്ടുള്ളതാണ്. ശരി. പിന്നെ എ ആർ റഹ്മാൻ്റെ മനോഹരമായൊരു എനർജി തരുന്നൊരു പാട്ടായിരുന്നു. അതെ, എനിക്ക് തോന്നുന്നത് ശരീരവും ഒക്കെ വളരെ ബന്ധപ്പെട്ടിരിക്കുകയാണ്. ശരീരം വോയിസ് ആണല്ലോ. അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ഹെൽത്ത് ഇച്ചിരി ഒരു ബാധിച്ചോ എന്നെനിക്കൊരു സംശയം. ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ ഈ അറ്റ്മോസ്ഫിയറിൽ വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് വോയിസ് വെളിയിൽ നിന്ന് ആ ഒരു എനർജി വന്നില്ല. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായി. അതിൻ്റേതായിട്ടുള്ള ശ്രുതിയുടെ ഒരു ചെറിയ പ്രശ്നവും ആ വിരുദ്ധമൊക്കെ പാടിയപ്പം നമ്മൾ പ്രതീക്ഷിച്ച പെർഫെക്ഷൻ വന്നില്ല. ഇതാവും നല്ല ഉഗ്രനായിട്ട് പാടുന്ന ആളാണ്. നമ്മൾ ട്രൈ ചെയ്താ അല്ലേ? അപ്പോൾ ടോട്ടലി ഒരു എനർജി ഇച്ചിരി വേണമായിരുന്നു. ശ്രുതി
ഇച്ചിരി കൂടെ ലെവലാക്കണം. നല്ലൊരു പാടുന്ന ആളാണ്, Yes, അതുകൊണ്ടാണ്. എനിക്കറിയാം സാറേ, കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് വന്ന് പാടിയപ്പോഴത്തേക്കിന് നമ്മള് സാധാരണഗതിയിൽ ഒരാളെ കാണുമ്പോഴത്തേക്കും വിലയിരുത്തരുതെന്ന് പറയാറുണ്ട്. Yes, yes. പാട്ട് പാടി കഴിഞ്ഞപ്പോ ഞങ്ങള് ഞെട്ടിപ്പോയി. അത്തരത്തിൽ ഞെട്ടിച്ച ഒരാളാണ്. അല്ല, എനിക്കറിയാം, കാരണം ഞങ്ങൾ ശ്രുതി പിന്നെ മ്യൂസിക് ക്ലബ്ബിലൊക്കെ എന്നെ പലയിടത്തും ഞാൻ ഇങ്ങനെ പാടിച്ചിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. അതൊക്കെ നല്ല പെർഫോമർ ആയിരുന്നു. അപ്പൊ ഇപ്രാവശ്യം ഇന്ന് എന്ത് പറ്റിയോന്ന് എനിക്കറിയില്ല. ഇത്ര നേരം കുഴപ്പമില്ലായിരുന്നു, നല്ല ഇതായിട്ടാ വന്നത്. പക്ഷെ തണുപ്പ് എസിയുടെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം എന്നാലും അങ്ങനെ നെഗറ്റീവ് അടിച്ച് പോകണ്ട, അടിച്ച് തകർത്ത് പാടിക്കണം അടുത്ത് കേട്ടോ. അതുകൊണ്ട് മലയാളം ഇനി ഓൾഡ് മലയാളം ഒക്കെ പാടാൻ ഇനി ഓൾഡ് മലയാളം റൗണ്ടിലൊക്കെ പാടാൻ കിടക്കണം. സൂപ്പറായിട്ട് പാട്. ഓക്കെ, ശരി. ഓക്കെ, ഒരുപാട് സന്തോഷം വീണ പ്രവീൺ ഈ ഒരു സ്റ്റേജിൽ വന്നിട്ട് നമ്മളോടൊപ്പം പാട്ട് പാടിയതിൽ. തണുപ്പൊന്നും ഒരു പ്രശ്നമല്ല, അടുത്ത പാട്ടിന് തകർത്തോണം. അപ്പം ഫുൾ എനർജിയിൽ അങ്ങോട്ട് പോകുന്നോട് കേട്ടോ. ഓക്കെ, ഒരുപാട് സന്തോഷം ഈ ഒരു വേദിയിലെത്തി പാടിയതിൽ. സന്തോഷം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.